കുണ്ട്ര ചേങ്കോട്ട് റെയിൽവേ പാതയിലെ ടെലിഫോൺ പോസ്റ്റ് വെച്ച രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കേരളത്തിലെ ഒരു ട്രെയിൻ അട്ടിമറി നടക്കേണ്ടതായിരുന്ന സംഭവം എന്തായാലും വഴിമാറിപ്പോയി എന്ന് പറയാം. കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയിലാണ് പാലരുവി എക്സ്പ്രസ് കടന്നു പോകുന്ന കുണ്ട്രയുടെ ഭാഗത്ത് വെച്ച് റെയിൽവേ ട്രാക്കിലെ റെയിൽവേയുടെ മാറ്റിയിട്ടിരുന്ന ഇരുമ്പ് ടെലിഫോൺ പോസ്റ്റ് എടുത്ത് ട്രാക്കിൽ കുറുകെ വെച്ചു. അത് കണ്ടിട്ട് അവിടുത്തെ ഒരാള് അവിടുത്തെ കുണ്ട്ര റെയിൽവേ സ്റ്റേഷനിലെ റെയിൽവേ കീപ്പർ എടുത്ത് വിളിച്ചു പറഞ്ഞു. ഉടൻ തന്നെ അവര് റെയിൽവേയിലെ വിളിച്ചറിയിച്ച് എഴുകോൺ പോലീസും അറിയിച്ചു. അവരും പെട്ടെന്ന് വന്ന് ആ റെയിൽവേ ട്രാക്കിൽ നിന്ന് പോസ്റ്റ് എടുത്ത് മാറ്റിയ സംഭവം നമ്മളെല്ലാവരും അറിഞ്ഞു വായിച്ചു. ഏതായാലും CCTV ദൃശ്യം പരിശോധിച്ച ശേഷം പോലീസ് അവിടെ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു. ഒരാള് ഇളമ്പള്ളൂർകാരൻ കുണ്ട്ര ഇളമ്പള്ളൂർ സ്വദേശി അരുണും മറ്റേയാള് പെരുമ്പുഴ സ്വദേശി രാജേഷുമായിരുന്നു. രണ്ടുപേർക്കും ക്രിമിനൽ പശ്ചാത്തലം ധാരാളമുണ്ട്. രണ്ടുപേരും ക്രിമിനൽസ് ആണ്. അവർ മദ്യപിച്ച് ശേഷം ഇതെടുത്ത് റെയിൽവേ ട്രാക്കിൽ വെച്ചതിന്റെ കാരണം അതിന്റെ ഇരുമ്പ് അംശങ്ങൾ എടുത്ത് വിൽക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് അവരുടെ വാദഗതി. പക്ഷേ ഇവിടുത്തെ കുഞ്ഞു കുട്ടികൾക്ക് വരെ അറിയാം റെയിൽവേ ട്രാക്കിൽ ഇതുപോലെ തടിയോ ഇതുപോലെ ഇരുമ്പോ ദണ്ണുകൾ എടുത്ത് വെച്ചാൽ ട്രെയിൻ അപകടം ഉണ്ടാകും. വിദ്യാഭ്യാസം ഇല്ലാത്തവർക്കും സാധാരണക്കാർക്കും അങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ് ആ റെയിൽവേ ട്രാക്കില് ഇതുപോലെയുള്ള മരങ്ങളോ അതുപോലെയുള്ള തടികളോ ഇരുമ്പോ വെച്ചാൽ ട്രെയിൻ അപകടം ഉണ്ടാവും. ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ട്രെയിൻ അപകടമായി മാറിയേനെ അത്. കാരണം നമുക്ക് കേരളത്തിലെ പരിചിതമായ ഒരു റെയിൽവേ അപകടം 1988 ജൂലൈ 8-നായിരുന്നു. അത് പെരുമൺ ദുരന്തം നമുക്കെല്ലാവർക്കും അറിയാം. 105 പേർ മരണപ്പെട്ടു അവിടെ. അത് അഷ്ടമുടിക്കായലിലെ അവിടുത്തെ പെരുമൺ പാലത്തിൽ നിന്ന് താഴെ വീണു. അഷ്ടമുടിക്കായലിലെ ബോഗികൾ വീണു. പലർക്കും രക്ഷപ്പെടാൻ പറ്റിയില്ല. ചിലർ രക്ഷപ്പെട്ടു ബോഗിക്കകത്തുനിന്ന്. അതൊക്കെ നമുക്കറിയാം. ഓരോ ബോഗിയുടെ ചില്ല് പൊട്ടിച്ചു വരെ ചിലർ വെള്ളത്തിൽ കൂടെ നീന്തി കരയ്ക്ക് വന്നു. അതുപോലത്തെ സംഭവങ്ങളെല്ലാം നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ട്രെയിൻ അപകടമായി മാറിയേനെ ഈ സംഭവം. ഏതായാലും അത് കണ്ടെത്തിയ ഒരു വ്യക്തി അവിടുത്തെ ആനന്ദ് എന്ന് പറയുന്ന റെയിൽവേ കൈപ്പറെ കുണ്ട്രയിലുള്ള ആളെ വിളിച്ചറിയിച്ചുകൊണ്ടാണ് ഈ ദുരന്തം ഒഴിവായത്. അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഒരു റിവാർഡ് കൊടുക്കണം. റെയിൽവേ പോലീസും കേരള പോലീസും ഒക്കെ ആ മനുഷ്യനെ, ആ രാജ്യത്തിനോട് കൂറുള്ള ആ വ്യക്തിക്ക് തീർച്ചയായിട്ടും റിവാർഡ് കൊടുക്കണം ഗവൺമെന്റും അതുപോലുള്ള ഉത്തരവാദിത്തപ്പെട്ട ഓഫീസിലിരിക്കുന്ന ഓഫീസേഴ്സും. ഇത് അറിയിച്ച ഉടനെ ഏറ്റവും അടുത്തുള്ള എഴുകോൺ പോലീസിലും വിവരം കിട്ടി. അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഓടി വന്ന് 1:20 ആണ് ആ റെയിൽവേയുടെ ട്രാക്കിൽ വെച്ചിരുന്ന പഴയ ആ ഇരുമ്പ് തൂണെടുത്ത് മാറ്റിയത്. അതിനുശേഷം വിവരം RPF ആഴ് വന്നു. അവർ വന്ന് പരിശോധിക്കാൻ 3:30 വന്നപ്പം അതേ റെയിൽവേയുടെ ആ തൂണ് വീണ്ടും എടുത്ത് വെച്ചിരിക്കുന്നു 3:30. അപ്പോൾ അത് കളിക്കെടുത്ത് വെച്ചതല്ല, വെള്ളമടിച്ചിട്ട് എടുത്ത് വെച്ചതല്ല. ഇത് രാജ്യദ്രോഹകരമായ ഒരു പ്രവൃത്തി തന്നെയായിട്ട് മാത്രമേ കണക്കാക്കാൻ ഒക്കുള്ളൂ. ഈ രണ്ടുപേരും മുൻ ക്രിമിനൽ കേസുകൾ, പല കേസില്ലാത്ത പ്രതികളാണ്. അത് അരുണും രാജേഷും അവർ ജയിലിൽ കിടന്നിട്ടുണ്ട്. പോലീസ് അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടുപേർക്കും മൊബൈൽ ഫോണുകളും ഉണ്ടാവും. ഇവരുടെ കഴിഞ്ഞ 1 വർഷത്തെ മൊബൈൽ ഫോൺ നിരീക്ഷിക്കണം RPFും പോലീസും കേരള പോലീസും. കാരണം ഈ അപകടം ഉണ്ടായാൽ അത് കേരള ഗവൺമെന്റിന്റെ കഴിവുകേടാന്നേ പറയാൻ ഒക്കുള്ളൂ. കാരണം റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ഉണ്ടെങ്കിൽ തന്നെ റെയിൽവേ പോലീസും ഉണ്ട്. ട്രാക്കിന്റെ അവിടെ ഉണ്ടാകുന്ന കൊലപാതകങ്ങളും മരണങ്ങളും ഒക്കെ കേരള പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. അത് ലോക്കൽ പോലീസും അതിന് ഉത്തരവാദിയുണ്ട്. ഏതായാലും എഴുകോണിലെ ലോക്കൽ സബ് ഇൻസ്പെക്ടറും പാർട്ടിയും വന്ന് അതെടുത്ത് മാറ്റി. പിന്നീട് RPF വന്നപ്പം വീണ്ടും എടുത്ത് മാറ്റേണ്ട അത് നമ്മൾ കണ്ടു. ഇത് നമ്മൾ പരിശോധിക്കുമ്പം ഇത് രാജ്യത്തിന്റെ ഇന്റഗ്രിറ്റിക്ക് എതിരായിട്ടുള്ള ഒരു നീക്കമാണ്. അഖണ്ഡതയ്ക്കെതിരായിട്ടും രാജ്യത്തിന്റെ സെക്യൂരിറ്റിക്കെതിരായിട്ടും നമ്മുടെ ഇൻസ്റ്റലേഷൻസിനെതിരായിട്ടും ഇതൊക്കെ ചെയ്ത ഒരു പ്രവൃത്തി തന്നെ. അത് മദ്യപിച്ച് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിനകത്ത് തീർച്ചയായിട്ടും അത് ഒരു കാരണവശാലും അതിനൊരു എക്സ്ക്യൂസ് കൊടുക്കാൻ പറ്റില്ല. കാരണം എത്രയോ കുടുംബങ്ങളും നഷ്ടപ്പെടും, എത്രയോ എക്സ്പ്ലോഷൻ ഉണ്ടാവും. അതുപോലെ ഇന്ത്യൻ റെയിൽവേയുടെ ഏറ്റവും വലിയ അപകടങ്ങൾ ഒന്നായി മാറും. കേരളത്തിലുണ്ടായ അപകടങ്ങളിൽ ഏറ്റവും വലിയ അപകടമായി മാറും. അത് ഇവിടെ ഭരിക്കുന്ന
ഇതിന്റെ ഇടതുപക്ഷ ഗവൺമെന്റിനെതിരായിട്ടുള്ള ത്രെട്ട് തന്നെ, അത് സംശയമില്ല. അത് രാജ്യദ്രോഹകരമായ പ്രവൃത്തി ആയതുകൊണ്ട് അത് ആരാണ് സംഘടിപ്പിച്ചത്, ഇതിന്റെ പിന്നിൽ ആരുടെ ബുദ്ധിയാണ് ഇത്? ക്രിമിനലാണ്, രണ്ടുപേരും ക്രിമിനൽ മദ്യവെച്ചെടുത്ത് വെച്ചതാണെന്ന് പറഞ്ഞൊഴിയാൻ കഴിയില്ല. ആ ക്രിമിനൽ ജയിലിൽ എവിടെയൊക്കെ കിടന്നിട്ടുണ്ടോ ആ സബ് ജയിലിൽ കിടന്ന സമയം അവരെ ആരെയൊക്കെയാണ് വിസിറ്റേഴ്സ് ആയിട്ട് അവിടെ വന്നത്, അവരുടെ ഹിസ്റ്ററി നോക്കണം, അവരുടെ പ്രീവിയസ് കോണ്ടാക്ട് നോക്കണം. കഴിഞ്ഞ ഒരു വർഷം എങ്കിലും ഈ രണ്ടുപേരുടെയും മൊബൈലിൽ വിളിച്ചവരും അവർ പോയി കണ്ടവരുടെയും അഡ്രസ്സുകൾ വെരിഫൈ ചെയ്യണം. അതിൽ രാജ്യദ്രോഹപരമായ പ്രവൃത്തിയിൽ ഉൾപ്പെട്ട ആരെങ്കിലും അതിനകത്തുണ്ടോ, തീവ്രവാദികൾ ആരെങ്കിലും ഉണ്ടോ എന്ന് തീർച്ചയായിട്ടും നോക്കണം. ഇത് രാജ്യത്തിനെതിരായിട്ട്, സെക്യൂരിറ്റിക്കെതിരായിട്ട്, രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കെതിരായിട്ടുള്ള ഒരു നീക്കം തന്നെയാണ്. അതുകൊണ്ട് UAPA ആക്ട് അനുസരിച്ച് ആയിരിക്കണം ഇവരെ അറസ്റ്റ് ചെയ്യുന്നത്. അത് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് തന്നെ ആ കേസ് ഇമ്മീഡിയറ്റ് ആയിട്ട് കേരള പോലീസ് ട്രാൻസ്ഫർ ചെയ്യേണ്ടിയിരിക്കണം. അല്ല RRF അല്ലെങ്കിൽ RPF അത് ട്രാൻസ്ഫർ ചെയ്യണം. കേസ് ആരാണ് അന്വേഷിക്കുന്നത് എനിക്കറിയില്ല. എങ്കിലും കോയമ്പത്തൂര് RPFന്റെ ക്രൈംബ്രാഞ്ച് വിങ് അവരും സ്ഥലത്തെത്തിയിട്ടുണ്ട്. NIA വന്ന് പരിശോധിച്ചിട്ടുണ്ട്, ഇവരുടെ സ്റ്റേറ്റ്മെന്റ് കണ്ടിട്ടുണ്ട്. ഒട്ടും അമാന്തിക്കരുത്. തീർച്ചയായിട്ടും ഇതൊരു പാഠമായിരിക്കണം. ഈ തീവ്രവാദ സംഘടനയുള്ളവർക്ക് നേരിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ഇതുപോലെയുള്ള ക്രിമിനലെ കൊണ്ട് ചെയ്യിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇവരെ 20 വർഷം മാത്രം അകത്തിട്ട അവർ പറ്റില്ല. ഇവരെ ജീവിതകാലം മുഴുവൻ ഈ രണ്ടുപേരെയും ക്രിമിനലിനെ അകത്തിടണം. കാരണം അത് കണ്ടെത്തിയ പോലീസിനെ അഭിനന്ദിക്കുന്നു. കാരണം CCTV ദൃശ്യങ്ങളിൽ ഇവർ രണ്ടുപേരും വന്നു പോകുന്നതും ആ ഒന്നിരുവിനത് എടുത്ത് പാളത്തിൽ വെക്കുന്നത് നമ്മൾ കണ്ടു. അത് മാറ്റി ആ അപകടം ഒഴിവാക്കിയ ശേഷം വീണ്ടും എടുത്തു വെച്ച മഹാന്മാരാണ് ഇവര്. അതുകൊണ്ട് ഇവരോട് ക്ഷമിക്കാൻ കഴിയില്ല, രാജ്യത്തിന് ഇവരോട് ക്ഷമിക്കാൻ കഴിയില്ല. അത് ഇന്ത്യയുടെ അഖണ്ഡതയ്ക്കെതിരായിട്ട് നീക്കം തന്നെ. അത് വെള്ളമടിച്ചിട്ടാണെന്ന് പറഞ്ഞാൽ ശരി, അതിന്റെ പിന്നിൽ തീർച്ചയായിട്ടും ആൾക്കാരുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് തന്നെ ഈ കേസ് ട്രാൻസ്ഫർ ചെയ്യണം.